ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ടാ? അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തം ഉണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഏത് പട്ടിക്ക് വേണം എന്ത് പത്മഭൂഷൺ? പണം കൊടുത്താൽ കിട്ടാവുന്ന വിലയ്ക്ക് കിട്ടാവുന്നതല്ലേ പത്മഭൂഷൺ? ആരെങ്കിലും വില വെച്ചിട്ടുണ്ടോ എന്നാണ് നമ്മുടെ പ്രിയങ്കരനായ ഈഴവരുടെ നേതാവ് SNDPയുടെ സംസ്ഥാന പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത്. അതാണ് നമ്മൾ ആദ്യം തന്നെ അദ്ദേഹം തന്നെ പറയുന്ന കാര്യം അതേപടി കൊടുത്തിട്ടുള്ളത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ പത്മഭൂഷൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ പണം കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളതെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കടലാസിൻ്റെ വില പോലും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം പണം കൊടുത്ത് വാങ്ങിയതാണ് ഈ പത്മഭൂഷൺ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമായി കഴിഞ്ഞു. പിന്നെ ഏത് പട്ടിക്ക് വേണമെന്നാണ് ഇപ്പം ഏത് പട്ടിയാണ് അത് പോയി മേടിക്കുന്നത് എന്നാണ് നമ്മളിനി കാണേണ്ടത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന ആൾ സ്വയം പട്ടിയായി പോയി അത് വാങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ഇന്നലെ ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നടേശൻ്റെ 124 ക്രിമിനൽ കേസുകളുടെ ഡീറ്റെയിൽ പുറത്തുവിട്ട ദിവസമായിരുന്നു. അദ്ദേഹം 124 കേസിലെ പ്രതിയാണെന്നും അതും പാവപ്പെട്ട ഈഴവർക്ക് അമിത പലിശയ്ക്ക് പണം കൊടുത്ത് അങ്ങനെ ക്രിമിനൽ കേസിൽ പ്രതിയായതാണെന്നും കൃത്യമായിട്ട് രേഖാമൂലമാണ് ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹം മൈക്രോ ഫിനാൻസ് എന്നുള്ള പേരിൽ ഗവൺമെൻറ് കൊടുത്ത പണം 2% കൊടുത്ത പണം കൊള്ളപ്പലിശ കൊടുത്ത് അദ്ദേഹം തട്ടിപ്പ് നടത്തുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പാവപ്പെട്ട ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ജപ്തി ഭീഷണിയിലുള്ളത്. അങ്ങനെ ഈഴവരുടെ പേരും പറഞ്ഞ് ഈഴവരെ പറ്റിച്ച് കൊള്ള ചെയ്ത് കോടാനുകോടി രൂപ സമ്പാദിച്ചിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ കേരളത്തിലെ ഭരണരംഗത്ത് ഏത് പാർട്ടി ഭരിക്കണ്ട എന്ന് കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അതിപ്പോൾ പിണറായി വിജയനെ തൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി, മൂന്നാമത് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഇവിടെ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് പിണറായിക്കല്ല BJPക്കാണ് ഗുണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ ഒരു പത്മഭൂഷൺ കൊടുത്തതെന്നറിയില്ല. എന്നാൽ ഏത് മാനദണ്ഡത്തിലാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പത്മഭൂഷൺ കൊടുത്തത്? മദ്യം കഴിക്കരുത്, മദ്യം തുടരുതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ബാർ നടത്തുന്ന, അതായത് കള്ള് കച്ചവടവും മദ്യവും കച്ചവടം നടത്തുന്ന ഒരു കൊള്ളക്കാരനാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ. മാത്രമല്ല മുമ്പ് അദ്ദേഹം സ്പിരിറ്റ് കടത്തിയ കേസിലെ പ്രതിയായിരുന്നു. മാത്രമല്ല വിദേശത്ത് LTTക്ക് ശ്രീലങ്കയിലേക്ക് പെട്രോളും ഡീസലും അതേപോലെ മണ്ണെണ്ണയും അയച്ചതിൻ്റെ പേരിൽ അയക്കുകയും അവിടെ നിന്ന് കള്ളനോട്ട് ഇറക്കുകയും ചെയ്തു എന്ന് ക്രൈം തന്നെ മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ 10-25 വർഷമായിട്ടും എനിക്കെതിരെ യാതൊരു മാനനഷ്ടത്തിന് കേസ് കൊടുത്തിട്ടില്ല. അതിനർത്ഥം അദ്ദേഹം അത് ചെയ്തു എന്ന് തന്നെയാണ്. അങ്ങനെയുള്ള നൊട്ടോറിയസ് ക്രിമിനലിനാണ് ഇപ്പോൾ എന്ത് കിട്ടിയിരിക്കുന്നത്? പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പത്മഭൂഷൺ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഇപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യം കൂടി ഒന്ന് കേൾക്കാം. മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് അവാർഡ് തന്നാലും വാങ്ങില്ല, അല്ലെങ്കിൽ പത്മഭൂഷൺ അവാർഡിന് വാല്യൂ ഇല്ല എന്നൊക്കെയാണ്. നിങ്ങളിപ്പോ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാം തൊഴിലതാണല്ലോ. കാരണം എനിക്ക് അവാർഡുകൾ എനിക്ക് വലിയ താല്പര്യമില്ല എന്ന് പറയാൻ കാരണം ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നുമെല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുകയും ക്ഷണിക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താഴ്ന്നു പോകുന്നുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഈ സന്ദർഭത്തിൽ ഈ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന് അതിലൊരു വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് ഈ നല്ല കാര്യം പറയുന്നതിനിടയ്ക്ക് നല്ലത് പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുക. ശരിയല്ല. നേരത്തെ കോൺഗ്രസ് സർക്കാരൊക്കെ അധികാരത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് വലിയ ബഹുമതി എത്തുന്നത്. അത് കോൺഗ്രസിന് മോശമൊന്നും അല്ലല്ലോ. ഓരോരുത്തരും തോന്നുന്നത് അവർക്ക് ഇപ്പോൾ തോന്നി. ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരിരുന്നപ്പോൾ അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഒരുപാട് ഭരിച്ച് അവർ പലർക്കും കൊടുത്തു. അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരല്ല. അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അർഹരുമായിരുന്നു. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് എന്നപ്പോൾ അപ്പോൾ ആ കൂട്ടത്തിൽ എന്നെ എടുത്തി അച്യുതാനന്ദനുണ്ട് മരണശേഷം കൊടുക്കുന്നത്
ഇപ്പൊ തന്നെ മമ്മൂട്ടിക്ക് കൊടുക്കുന്നു, മോശമാണ് മമ്മൂട്ടിക്ക് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടുന്നു, അതേ സ്റ്റാൻഡേർഡ് കിട്ടുന്നു. ഞാൻ നോക്കിയപ്പോൾ വലിയ രസം തോന്നിയത് അദ്ദേഹം ഞാനും ഒരേ മാസത്തിൽ ചിങ്ങമാസം ജനിച്ച വിശാഖക്കാരന് ഒരേ രീതിയിൽ ഒരേ സ്ഥലത്ത് ഒരേ അവാർഡ് കിട്ടുന്നു. അപ്പോൾ ഒരു രസം എനിക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. സംസ്ഥാന സർക്കാരാണ് അവാർഡ് ശുപാർശ ചെയ്തത്. എനിക്കറിയില്ല. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നത്, നിങ്ങളുടെ മുമ്പിൽ നിന്ന് അടിച്ചുള്ള ദേവിയാണ് എനിക്കറിയാൻ പാടില്ല സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നോ, ഈ ആരെല്ലാം ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചെന്നോ ശുപാർശ ചെയ്തെന്നോ ഒരു കാര്യവും എനിക്കറിയില്ല. ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല, ഞാനതിനോട് ശ്രമിച്ചിട്ടില്ല, ആരോട് പറഞ്ഞിട്ടില്ല. സംസ്ഥാന ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു സംസ്ഥാന ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യണോ എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു തുരുമ്പുകൾ എനിക്ക് മനസ്സിലായാൽ എനിക്കൊന്നും അറിയില്ല. ഞാൻ വളരെ സർപ്രൈസ് ആയിപ്പോൾ ഇങ്ങനെ മാവേലിക്കൽ നിന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്പം മുമ്പ് ഇങ്ങനെ ടി വി കണ്ടത്. ഒരാൾ വിളിച്ചു വരുമ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം ഇതൊക്കെ അർഹത ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഞാനിതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വിലയും നിലയും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ പറ്റി ഞാൻ വേണ്ടത്ര അറിവുള്ളവനല്ല. അതും മാത്രമല്ല, ഇതെല്ലാം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇതിനെയൊന്നും തിരക്കി അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിട്ടും അവാർഡിന് വേണ്ടിയിട്ടും ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഞാൻ എന്നെ സമുദായം ഏൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ള കസേര ഇരുന്നുകൊണ്ട് സത്യസന്ധമായി ഞാൻ എൻ്റെ കർമ്മം ചെയ്തു എന്ന് മാത്രമേ. കേട്ടല്ലോ. അതൊന്നും നിങ്ങൾ ആരും ഇപ്പം വലിയ കോൺട്രവേഴ്സ്യൽ ആക്കണ്ട എന്നാണ് ആര് പറയുന്നത്? വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അതായത് പണം കൊടുത്ത് വാങ്ങിയ ഒരു പത്മഭൂഷൺ അതെന്തിനാ കോൺട്രവേഴ്സ്യൽ ആക്കുന്നത്? അദ്ദേഹം തന്നെ അത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, അദ്ദേഹം ഒരു പക്ക ക്രിമിനലാണ്. ഇന്നലെ ക്രൈം പ്രസിദ്ധീകരിച്ച ആ വീഡിയോ ഒരിക്കൽ കൂടി ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക പിണറായി വിജയൻ എന്നായിരിക്കും. എന്നാൽ പിണറായി വിജയൻ വരുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവൻ വെള്ളാപ്പള്ളി നടേശനായിരുന്നുവെന്ന് ക്രൈം നേരത്തെ വാർത്ത ചെയ്തിട്ടുണ്ട്. അദ്ദേഹം LTTക്ക് ഇവിടെ നിന്ന് പെട്രോളും ഡീസലും മണ്ണെണ്ണയും കടത്തി കൊടുക്കുകയും അവിടെ നിന്ന് കള്ളനോട്ട് ഇറക്കുകയും ചെയ്തിരുന്നു എന്ന് വാർത്ത ക്രൈം പ്രസിദ്ധീകരിച്ചിരുന്നു. എനിക്കെതിരെ നോട്ടീസ് അയച്ചെങ്കിലും അദ്ദേഹം ഇതേവരെ കേസ് ഫയൽ ചെയ്യാത്തതിൽ നിന്നും അത് അദ്ദേഹം അംഗീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ അദ്ദേഹം വിവാദ നായകനായി കേരളത്തിൽ വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഈ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായി പോരാട്ടം നടത്തുന്ന SNDP സംരക്ഷണ സമിതിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ രാജു നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. അതായത് താങ്കൾ വെള്ളാപ്പള്ളിക്കെതിരെ ശക്തമായി സമരം നടത്തുന്ന ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ ആരാണ് ശരിക്കും? ഞങ്ങൾ ഒരു സംഘടനയുണ്ട്, SNDP സംരക്ഷണ സമിതി. അതിൻ്റെ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് S. ചന്ദ്രസേനാണ്, ജനറൽ സെക്രട്ടറി ME പരമേശ്വരൻ. ഞാൻ എൻ്റെ വർക്കിംഗ് ചെയർമാനാണ്. ഞങ്ങൾ കേരളത്തിലെമ്പാടും ഇതിൻ്റെ ശാഖകളുണ്ട്. SNDP എന്ന പ്രസ്ഥാനത്തെ ശുദ്ധീകരിക്കുവാനും ഈ വെള്ളാപ്പള്ളിയുടെ അഴിമതിക്കെതിരെ പോരാടാൻ വേണ്ടി ഒരു പ്രസ്ഥാനമാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ നിരവധിയായ ഇദ്ദേഹത്തിൻ്റെ വെട്ടിപ്പുകൾക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. എനിക്ക് തോന്നുന്നു ഈ പിണറായി വിജയൻ ഇത്രയും മോശമായത് വെള്ളാപ്പള്ളിയോട് കൂടിയുണ്ടെന്ന് എൻ്റെ വിശ്വാസം. അദ്ദേഹം നേരത്തെ, കാരണം 2016 ഇദ്ദേഹത്തിൻ്റെ മൈക്രോ ഫൈനാൻസ് കേസ് അന്വേഷിച്ച് വന്നപ്പോഴത്തേക്ക് വെള്ളാപ്പള്ളി പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് പിണറായി വിജയൻ്റെ കാൽക്കൽ പോയി വീണു. അന്ന് അദ്ദേഹം അന്തസ്സായിട്ട് അഭിപ്രായം പറഞ്ഞു, മിസ്റ്റർ വെള്ളാപ്പള്ളി നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ പറഞ്ഞു. അന്ന് ആ കേസ് കൊടുത്തത് ആദരണീയായ നമ്മുടെ അച്യുതാനന്ദ സാറാണ്, VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് 2016 വെള്ളാപ്പള്ളി അറസ്റ്റ് ചെയ്യേണ്ടതാണ്. അത് അദ്ദേഹം ചെന്ന് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം അന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പുതിയ മുഖ്യമന്ത്രിയായിട്ട് വരികയും ഇദ്ദേഹം പോയി കാണുകയും ചെയ്തു. കണ്ടപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞത് നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ കേസിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇദ്ദേഹം വന്ന് അധികാരത്തിൽ വന്നിട്ട് 10.5 വർഷമായിട്ടും തൊട്ടിട്ട് പോലുള്ള കേസ്. ആ കേസ് ഇപ്പോഴും വഞ്ചി തിരുനക്കര എന്ന് പറഞ്ഞ പോലെ ഇപ്പോഴും അതിൻ്റെ റിപ്പോർട്ട് 21 കേസുകൾ കൊടുത്തിട്ട് കഴിഞ്ഞ 17 മാസമായിട്ട് ഒരു നടപടി ഈ മുഖ്യമന്ത്രി ചെയ്തിട്ടില്ല. അപ്പോൾ 2016 നിയമത്തിൻ്റെ വഴിക്ക് പോട്ടത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, നിയമത്തിൻ്റെ വഴിയിൽ അദ്ദേഹം കയറി അടക്കി നിൽക്കുകയാണ്. ആ മനുഷ്യനെ അദ്ദേഹം ഇപ്പോൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നു. 124 ക്രിമിനൽ കേസുള്ള വ്യക്തിയെ വാഹനത്തിൽ കൊണ്ടുപോകുന്നു. ഇവിടെ പലരും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് മൈക്രോ ഫിനാൻസ് കേസ് തന്നെ എടുക്കാം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം വിഷയങ്ങളുണ്ട്. ഈ വീഡിയോ നമ്മൾ അദ്ദേഹത്തിൻ്റെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനെ പറ്റി പറയാം.
അതായത് VS അച്യുതാനന്ദൻ ഹൈക്കോടതിയിൽ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് കേസന്വേഷണം ശക്തമായി നടക്കണം എന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. VS അച്യുതാനന്ദൻ ഒരു ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെടാതെ ഒരു കാര്യത്തിൽ ഇടപെടില്ല. ആ മൈക്രോ ഫിനാൻസ് കേസ് എന്താണ് ഒന്ന് വിവരിക്കാമോ? എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും അധികം പട്ടിണി പാവങ്ങളുള്ള ഒരു സമുദായമാണ് SNDP. അപ്പോൾ ഇതിന് ശരിക്കും അതിൻ്റെ ബേസിക് ചരിത്രം പറയുകയാണെങ്കിൽ VP സിംഗിൻ്റെ കാലത്ത് നമ്മുടെ മണ്ഡൽ കമ്മീഷൻ ശുപാർശ പ്രകാരം ജോലി സംവരണം കിട്ടിയിരുന്നു. അങ്ങനെ മാത്രം പോരാ, അത് വിദ്യാഭ്യാസമുള്ളവർക്കല്ലേ. എന്നാൽ പട്ടിണി പാവങ്ങൾക്ക് ജോലി സംവരണത്തിന് പുറമെ എന്തെങ്കിലും കൈത്തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ് അന്ന് പിന്നോക്ക കോർപ്പറേഷൻ അന്ന് സെൻട്രൽ ഗവൺമെൻറ് 3% പലിശയ്ക്ക് ഇത്തരം സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പുകൾക്ക് രൂപീകരിച്ചുകൊണ്ട് കൊടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് 3 ഗഡുക്കളായിട്ട് SNDP യോഗത്തിന് 15,85,00,000 രൂപ കൊടുത്തു. അത് സെൻട്രൽ ഗവൺമെൻറ് പിന്നോക്ക കോർപ്പറേഷൻ മുഖാന്തരമാണ് കൊടുക്കേണ്ടത്. ഈ പൈസ ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശനും നമ്മൾ ഈ പറയുന്ന പിന്നോക്ക കോർപ്പറേഷനുടെ എഗ്രിമെൻ്റ് വെച്ചു. ആ എഗ്രിമെൻ്റ് പ്രകാരം ഈ പൈസ SNDPയിൽപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക്, ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് കേവലം 3% പൈസ പലിശയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്ത പൈസയാണ്. അത് വേണമെങ്കിൽ 5% വാങ്ങുന്നു, 2% സർവീസ് ചാർജ് എടുക്കാൻ അധികാരമുള്ളൂ. അങ്ങനെ കിട്ടിയ പൈസ കിട്ടിയപ്പോൾ ശരിക്കും ഇദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് SNDPയിൽ ഒരുപാട് സംഘങ്ങളുണ്ട്, സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പുണ്ട്. ആ സംഘങ്ങൾക്ക് അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ശരിക്കും പറയാൻ മനുഷ്യന് ഈ ബ്ലേഡിൻ്റെ കാലഘട്ടമാണ്. 36%, 40, 60 അങ്ങനെ പല ഗ്രേഡ് പൈസ വാങ്ങുമ്പോഴത്തേക്ക് കേവലം 3% പലിശയ്ക്ക് പാവങ്ങൾക്ക് കൊടുക്കാമെങ്കിൽ അവർ തൊഴിൽ ജീവിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഈ പൈസ കിട്ടിയിരുന്നെങ്കിൽ SNDPയുടെ സകല താഴെക്കടയിലുള്ള സകല പട്ടിണി പാവങ്ങൾക്കും എന്തെങ്കിലും ചെറിയ കൈത്തൊഴിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നു. ആ പൈസ കിട്ടിയോണ്ട് ഇദ്ദേഹം ഈ കക്ഷികൾക്ക് കൊടുക്കാതെ ഇദ്ദേഹം ജനങ്ങളറിയില്ല, പാവങ്ങളുള്ള SNDPയിൽപ്പെട്ടവർ ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവരാണ്. ഈ പൈസ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം വൻകിട ബാറുകൾക്കും മറ്റു പലർക്കുമായിട്ട് വിതരണം ചെയ്തുകൊണ്ട് അദ്ദേഹം വളരെ അധികം ലാഭം ഉണ്ടാക്കി. അവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ട്. SNDP ഒരു നോൺ ട്രേഡിംഗ് കമ്പനിയാണ്. ലാഭകരമായ ഒരു ബിസിനസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഈ ലാഭം ഇവിടെ കാണിക്കും. ഈ ലാഭം ഉണ്ടായി ഈ കൊടുത്ത 3% പലിശ കിട്ടിയ പൈസ ലാഭം എന്ന് പറഞ്ഞാൽ അതിൻ്റെ 15% കൊടുത്ത് എത്ര കിട്ടുന്നത്? ഈ പൈസ മറിച്ച് വീണ്ടും കൊടുക്കുമ്പോൾ ഈ ലാഭങ്ങളെല്ലാം ഇദ്ദേഹവും അനുചരന്മാരും വീതിച്ചെടുത്തു. ഇതിനകത്ത് വലിയൊരു അപകടം എന്ന് പറഞ്ഞാൽ ഇത് പിടിക്കപ്പെടാതിരിക്കാൻ കാരണം ഇത് അങ്ങേ താഴെ തട്ട് മുതൽ മേൽത്തട്ട് വരെ വന്നിരിക്കുക. ഇതിൻ്റെ ഗുണഭോക്താക്കൾ അനവധി പേര്, വെള്ളാപ്പള്ളി നടേശനും മാത്രമല്ല, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ അനുചരന്മാരായിരിക്കുന്ന ഓരോ സ്ഥലത്തും വെച്ചിരിക്കുന്ന തലവത്തിരിക്കുന്ന ഓരോ പ്രദേശം നോക്കി ഓരോ താലൂക്കുകളിലും ഓരോ സ്ഥലത്തും വെച്ചിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ഇതിൻ്റെ വീതം പറ്റിയവരാണ്. ഇവർക്ക് ആർക്കും വെള്ളാപ്പള്ളി നടേശനെ എതിർക്കാൻ പറ്റില്ല. ഇവരെല്ലാം ഇതിൻ്റെ വീതം പറ്റിയ ആൾക്കാരാണ്. അവിടെയാണ് വലിയൊരു പ്രശ്നം. അതാണ് ഈ പൈസ അങ്ങനെ വിധിച്ചെടുത്തു. ഈ പൈസ ജനങ്ങൾക്ക് കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ഇവിടെയാണ് ശരിക്കും പറയുക വെള്ളാപ്പള്ളി നടേശന് അങ്ങ് പറഞ്ഞ പോലെ ഒരു ഈച്ച പോലും ചലിക്കാത്ത കാലത്താണ് ആദരണീയായ ശ്രീമാൻ VS അച്യുതാനന്ദൻ ഇതിനെതിരെ പരാതി കൊടുക്കുകയും പരാതി നടക്കാവുന്നപ്പോൾ അദ്ദേഹം കോടതിയിൽ പോവുകയും ചെയ്തു. കോടതി കൊടുത്തു. ആ കേസ് അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിനെതിരെ ഈ 124 കേസുകളിൽ FIR ഇട്ടു. എവിടെയെല്ലാമായിട്ട്? അത് കേരളത്തിലെമ്പാടുമുണ്ട്. അങ്ങ് എല്ലാ താലൂക്കുകളുമുണ്ട്. എല്ലാ താലൂക്കുകളായിട്ട് 124 കേസുണ്ട്. അതിൽ വളരെ വിശദമായി അന്വേഷിച്ച് പിന്നെ 5/2014 പിന്നെ നമ്മുടെ ഈ വിജിലൻസിൻ്റെ 5/2016 ചാർജ് ഇട്ടുകൊണ്ടാണ് കേസ് അന്വേഷിച്ചത്. ആ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിൽ 2024 ജൂലൈ മാസം 5-ാം തീയതി ഇത് ഇത്രയും നീണ്ടുപോയി അന്വേഷണം. ഞങ്ങൾ അതിനകത്ത് ഒരു കാര്യം ചെയ്തു. VS അച്യുതാനന്ദൻ മരിച്ചതിന് ശേഷം VS അവസാനമായപ്പോൾ അദ്ദേഹം ശ്രദ്ധിക്കാവുന്നു. ആ കേസിൽ SNDP സംരക്ഷണ സമിതി കക്ഷി ചേർന്നുകൊണ്ട് ആ കേസ് നടത്തി. ആ കേസ് നടത്തിയപ്പോഴത്തേക്ക് 2024 ഒരു ഉത്തരവ് ഞാൻ കിട്ടി. ആ ഉത്തരവിൻ്റെ പ്രകാരം ഇതിൻ്റെ അന്വേഷിച്ച ഹേമന്ത് എന്ന ഉദ്യോഗസ്ഥൻ 21 കേസുകളിൽ ഇദ്ദേഹത്തെ പ്രതിയായിക്കൊണ്ട് ചാർജ് കൊടുത്തു. അപ്പം ഞങ്ങൾ സരിച്ചു രക്ഷപ്പെട്ടു. നമ്മൾ 2016 തന്നെ രക്ഷപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശൻ്റെ കേസ് കൊടുത്താൽ ഈ കേസിൻ്റെ വന്ന് ശിക്ഷിക്കപ്പെടും. ഇപ്പോഴത്തെ ഈ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ലേ അന്വേഷിച്ചത്. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. ഈ കിട്ടിയിട്ട് ഇന്ന് വരെ എന്താണ് കൊടുത്ത 21 കേസുകൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കേസുകൾ 120 മറ്റ് കേസുകൾ ഇപ്പോഴും അന്വേഷണം. മൊത്തം എത്ര കേസുകളുണ്ട്? 124 കേസാണ് അദ്ദേഹത്തിന് ചാർജ് ചെയ്തു. പിന്നെ FIR ഇട്ടത്. ഇത് 120B അല്ലേ, വളരെ ഗുരുതരമായ കുറ്റങ്ങൾ. അതായത് നമ്മുടെ പിന്നെ സർക്കാർ ഫണ്ട് ദുരുപയോഗം ചെയ്യുക, അങ്ങനെ നിരവധിയായ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തേണ്ട വിഷയങ്ങളാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിടിക്കാൻ പറ്റില്ല. അതാണ് ചാർജ് ചെയ്തത്. അത് കഴിഞ്ഞ് പറ്റിയ അബദ്ധം, ഈ കേസ് വന്നപ്പോഴത്തേക്ക് അച്യുതാനന്ദൻ സാർ കേസ് കൊടുത്ത് പറ്റിയ അബദ്ധം എന്താ? ഈ 124 കേസുകളിൽ ഇത് പിടിച്ചപ്പോഴത്തെ അവർ പറഞ്ഞു എന്താ, ഗവൺമെൻറ് പിന്നോക്ക കോർപ്പറേഷൻ പറഞ്ഞു ഇത് വെട്ടിപ്പ് നടന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഇത് മടക്കി അടയ്ക്കാൻ പറഞ്ഞു. വേറെ കുഴപ്പമൂടെ കാണിച്ചിട്ടുണ്ട്. ഇദ്ദേഹം വേറെ പണി കൂടെ ചോദിച്ചു. ഈ കേസുകൾ എന്ത് ചെയ്തു? ഈ പൈസ കൊടുത്തപ്പോൾ, ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ ഇദ്ദേഹം മറുപടി കൊടുത്തത് 2775 സംഘങ്ങൾ കൊടുത്തായിട്ട് രേഖ ഉണ്ടാക്കി കൊടുത്തു.
ഇതെല്ലാം വ്യാജമായിരുന്നു. അതായത് കേരളത്തിൽ ഇല്ലാത്ത 2770 സംഘങ്ങളുടെ പേരിൽ ഈ വ്യാജം ഉണ്ടാക്കിയിട്ട് ഇത് കൊടുത്തു. അപ്പോൾ കേസ് കുറെ കൂടെ ഗുരുതരമായി. വെള്ളാപ്പള്ളി നടേശൻ ഈ 15,85,00,000 രൂപ വ്യാജ സംഘങ്ങൾ രൂപീകരിച്ച് തട്ടിയെടുത്തു. വളരെ ഗുരുതരമായ കുറ്റമായിരുന്നു. അപ്പോൾ എന്ത് പെട്ടെന്ന് ആദ്യം പടിയുന്നതിൽ എന്ത് പിന്നെ കോർപ്പറേഷൻ എന്ത് ചെയ്തു, ഈ ബാക്കി അന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് അടയ്ക്കാനുള്ള 3,60,00,000 രൂപയാണ്. 3,60,40,000 ചിലരുണ്ടായിരുന്നു അടയ്ക്കാൻ പറഞ്ഞു. ഇത് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് കൊല്ലം കളക്ടർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ മുണ്ടയ്ക്കൽ കൊല്ലം 6ാം തഹസിൽദാരുടെ നിർദ്ദേശം അനുസരിച്ച് മുണ്ടയ്ക്കൽ വില്ലേജ് ഓഫീസർ ഇതിൻ്റെ നോട്ടീസ് കൊണ്ടുപോയി കൈപ്പറ്റിയില്ല. വില്ലേജ് ഓഫീസർ എന്ത് ചെയ്തു, ആ നോട്ടീസ് SNDPയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ കവാടത്തിൽ പതിച്ചു കഴിഞ്ഞിട്ട് ഒരു നാൾ ഇത് ശരി കേരളത്തിൽ ആരും ഈ വിഷയം അറിയില്ല, ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും ഒരു മാധ്യമവും ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ പതിച്ച് SNDP യോഗത്തിൻ്റെ ആഫീസ് ജപ്തി ചെയ്ത് പക്ഷേ അറിയിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ നേരെ പോയി രഹസ്യമായിട്ട് പോയി ഹൈക്കോടതി സ്റ്റേ വാങ്ങിച്ചു. 3,511/2016 പ്രകാരം സ്റ്റേ നിൽക്കുകയാണ്. ഈ സ്റ്റേക്ക് അന്ന് സ്റ്റേ വാങ്ങിയതിൻ്റെ പിന്നാലെ ഗവൺമെൻറ് പോയിട്ടില്ല. സാധാരണഗതിയിൽ സർക്കാരിലേക്ക് കിട്ടേണ്ട പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടി ഗവൺമെൻറ് സ്റ്റേക്ക് പോകേണ്ടതല്ലേ, സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ പോകണ്ട. ആ സ്റ്റേ വെക്കേറ്റ് ചെയ്താൽ പ്രിയമുള്ളവർ ഗുരുദേവനിരുന്ന കസേരടക്കം ഇന്ന് ജപ്തി ലേലത്തിൽ കൊണ്ടുപോകും. തൊട്ടിട്ടില്ല. ആണ് അവർ സ്ഥിതി. ഇപ്പോൾ ആഫീസിൽ കഴിഞ്ഞ ദിവസം അവിടെ വെച്ച് യോഗമൊന്നും കൂടാറില്ല. അതായത് സംസ്ഥാന SNDPയുടെ ആസ്ഥാനം ജപ്തിയിലാണ്. അതെ. അതായത് ഈ അദ്ദേഹം തട്ടിയെടുത്ത പണം, അതായത് മൈക്രോ ഫിനാൻസ് വഴി അമിത പലിശയ്ക്ക് കൊടുത്ത് അദ്ദേഹം പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിച്ച് പല ബാർ ഉടമകൾക്കും കൊടുത്ത് അങ്ങനെ അതിൽ തിരിച്ച് പൈസ അടയ്ക്കാത്തത് കൊണ്ട് കേസ് വന്നു. ആ കേസ് കിട്ടാൻ വേണ്ടി പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ അവർ കേസ് എടുത്തത് വഴി ജപ്തി ചെയ്തു അദ്ദേഹത്തെ. ആ ജപ്തി ചെയ്ത വഴി SNDPയുടെ ആസ്ഥാന മന്ദിരം, അതായത് ഗുരുദേവന്റെ ഇരുന്ന കസേരയടക്കം ജപ്തിയിലാണ്. അതെ. അവിടെ പിന്നെ ആർക്കും പ്രവേശിക്കാനൊന്നും പറ്റില്ല. അല്ല, അതിനകത്ത് വേറെ വിഷയമുണ്ട്. ആ ജപ്തി നോട്ടീസ് സ്റ്റേ വാങ്ങിച്ചത് ഇംപ്ലിമെന്റ് ചെയ്യും. നമ്മൾ ഏത് അങ്ങനെ ഒരു ജപ്തി നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേക്ക് പോകല്ല. ആ സ്റ്റേ ഇപ്പോൾ 2016 10 വർഷമായിട്ട് ആ സ്റ്റേയിൽ സർക്കാർ നാളെ നമുക്കറിയാലോ, ഒരാളിപ്പോൾ സർക്കാർ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ സർക്കാർ അല്ല അത് ഇംപ്ലിമെന്റ് അതിന് ഈ സ്റ്റേയിൽ തൊടാൻ പറ്റില്ല. ഈ സ്റ്റേ പോയി വെക്കേറ്റ് ചെയ്യണ്ടേ? അതായത് എനിക്കെതിരെ അതായത് SNDPക്ക് അതാണ് പിണറായി ചെയ്ത ഏറ്റവും വലിയ പ്രത്യേകത. എന്താണ് ഈ സ്റ്റേ ഉത്തരവ് പിൻവലിച്ചു കഴിഞ്ഞ് മാറ്റിക്കഴിഞ്ഞാൽ കോടതിയിൽ പോയിട്ട് സർക്കാർ വക്കീലന്മാർ കിട്ടണ്ട. ഇത് ശരിക്കും പറയും ഇതിൻ്റെ 7.5% കളക്ഷൻ ചാർജ് സർക്കാർ കിട്ടണ്ട. ഈ 3,60,00,000 ഇപ്പോഴത്തെ പലിശ വരികയാണെങ്കിൽ 18% പലിശയാണ്. എത്ര കോടിയാണ് ആ പലിശയുടെ 7.5% കളക്ഷൻ ചാർജ് സർക്കാർ കിട്ടേണ്ടതാണ്. സർക്കാർ ഖജനാവിന് വരുമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശരിക്കും അതും ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ജപ്തി മാറ്റണ്ടേ? ഇപ്പം നമ്മുടെ കേരളത്തിൽ ധാരാളം, ഞാനൊരു റവന്യൂ ഉദ്യോഗസ്ഥനായിരുന്നു, ഈ ഇത്തരം ധാരാളം ജപ്തികൾ ഉണ്ടാവും വരുമ്പോഴത്തേക്കും നമ്മുടെ റവന്യൂവിൻ്റെ ഉദ്യോഗസ്ഥനും റവന്യൂവിൻ്റെ വക്കീലന്മാർ അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ പോയിട്ട് താല്പര്യപൂർവ്വം ഇത് ചെയ്യേണ്ടതല്ലേ? ഇന്ന് വരെ അതിന് വേണ്ടി വേണ്ട താല്പര്യം ഞാൻ ഇന്നലെയും കൊല്ലം കളക്ടറേറ്റ് പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ സ്റ്റേ ആണ്. ഈ സ്റ്റേ ആണ് പറയും ഫയൽ മടക്കി വയ്ക്കുന്നത്, അല്ലാതെ ഈ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോഴും അവർ പറഞ്ഞ സ്റ്റേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സ്റ്റേ ആണെന്ന് പറഞ്ഞു. ഈ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കേണ്ടതായ ഗവൺമെൻറ് അഡ്വക്കേറ്റ് ജനറലാണ്. ഇവരുടെ സ്വാധീനം അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ്റെ സ്വാധീനം കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം മറിച്ച് പറയുകയാണെങ്കിൽ SNDP ഓഫീസ് നിലകൊള്ളുന്ന ഇപ്പോൾ പിണറായി വിജയൻ്റെ ഔദാര്യം കൊണ്ടാണ്. തീർത്തും പറയാം. പിണറായി വിജയൻ അതിൽ നടപടിയെടുത്തെങ്കിൽ SNDP യോഗത്തിൻ്റെ ജപ്തിയിലാകും, അത് ലേലത്തിൽ പോകും. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദാര്യം കൊണ്ടാണ് SNDP പിടിച്ചു നിൽക്കുന്നത്. അതായത് സംസ്ഥാന SNDP കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ പിണറായി വിജയൻ്റെ ഔദാര്യത്തിലാണ് ആ കേസ് മുന്നോട്ടെടുക്കാതെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയിൽ നീക്കം നടത്താതെ പിണറായി വിജയൻ്റെ ആസനം താങ്ങി നടക്കുകയാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ സത്യമാണ്. അതല്ല, പിണറായി വിജയന്റെ ആസനം ഇദ്ദേഹം താങ്ങി നടക്കുകയാണോ? എങ്ങനെയാണ്? രണ്ടും വരാം. ഞാൻ പറയാൻ കാരണം ഇല്ല മാൻപേടയിൽ നിന്ന് മുനുകന്നിൽ നിന്ന് മാൻപേടയ്ക്ക് നമ്മൾ കാളിദാസൻ ചോദിച്ച പോലെ ഇവിടെ സംഭവിച്ച ആരാണിതിൽ ഏറ്റവും വലിയ കള്ളെന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. 3511/2016 സംശയം ഉണ്ടെങ്കിൽ ആർക്കും ഇപ്പോൾ എല്ലാ വിവരങ്ങളും സാങ്കേതിക വിദ്യയുണ്ട്. ഹൈക്കോടതി ഇതിൽ 3511/2016 അടിച്ചു നോക്കി അറിയാൻ പറ്റും ആരാണ് സ്റ്റേ വാങ്ങിച്ചത് അറിയാൻ പറ്റും. ഇവിടെ തെളിയുന്നത് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് നമ്മുടെ വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് പിണറായി വിജയനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, പിണറായി വിജയനെ വേണ്ടി ഏത് ദാസ്യവേലം ചെയ്ത് ഈ മതവിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവന ഇറക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കേസ് എന്ന് പറഞ്ഞാൽ. അതിലൊരു ചെറിയ അംശം മാത്രമേ വലിയ കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് വലിയ കാര്യങ്ങളിലേക്ക് അടുത്ത എപ്പിസോഡിൽ പോകാം. ഇത്തവണ അദ്ദേഹത്തിന്റെ മൈക്രോ ഫിനാൻസ് കേസ് വഴി പിണറായി വിജയൻ അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുകയാണെന്നുള്ള വ്യക്തമായ തെളിവാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. അതിൻ്റെ രേഖകളാണ് ഞങ്ങൾ കാണിച്ചിട്ടുള്ളത്. നന്ദി, നമസ്കാരം.